കാസർഗോഡ് ഇരിയ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് ഇനി മുതൽ ആനച്ചന്തമാണ്. ബോളിവുഡ് താരം റിച്ച ചദ്ദ ആണ് ഗുരുപുരം ക്ഷേത്രത്തിലേക്ക് ആനയെ നൽകിയത്. ബോളിവുഡ് നടി റിച്ച നേരിട്ടെത്തി നൽകിയ 10 അടി ഉയരമുള്ള ആനയ്ക്ക് ചില സവിശേഷതകളുണ്ട്. ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 10 അടി ഉയരവും 800 കിലോ തൂക്കവുമുള്ള ലക്ഷണമൊത്ത അർജുനൻ ഗുരുപുരം എന്ന ആനയ്ക്കൊപ്പമാണ് ഞാനിപ്പോഴുള്ളത്. വളരെ മനോഹരമായ ആനയെ കാണുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആനയാണ്. ചെവിയാട്ടും അതുപോലെ തന്നെ തുമ്പിക്കൈയിലൂടെ വെള്ളം തെറിപ്പിക്കും, കണ്ണുകൊണ്ട് നോക്കും. ഇതെല്ലാം കറണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ആനയുടെ ചലനങ്ങൾ. പ്രസിദ്ധമായ കാസർഗോട്ടെ ഇരിയ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് 5 ലക്ഷം രൂപ ചെലവിൽ സ്പോൺസറായി ഇവിടെ ഇലക്ട്രോണിക്സ് ആന എത്തിയിട്ടുള്ളത്. ഇത് എന്തിനൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കും എന്ന കാര്യങ്ങൾ നമുക്ക് ക്ഷേത്രം ഭാരവാഹികളുമായി ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ സമർപ്പണം? ആന വേണമെന്നൊരാഗ്രഹത്തോടുകൂടി നമ്മുടെ ക്ഷേത്രം തന്ത്രിയാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ആനയെ നമ്മൾക്ക് സമർപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ അവരെ പേട്ട ഉള്ള പോലുള്ള സംഘടന അതിന് തയ്യാറാവുകയും അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ സമർപ്പിക്കാനാണ് അവർ തയ്യാറായത്. അതിപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനും അതുപോലുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആനയെ ഉപയോഗപ്പെടുത്താനാണ് താല്പര്യം കാണിക്കുന്നത്. അത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹമാണ്. ആന ഈ ക്ഷേത്രത്തിന് ആവശ്യമാണെന്നുള്ളതും അതുപോലെ തന്നെ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇന്ന് വളർച്ചയുടെ വികസനത്തിൻ്റെ പാതയിലാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്നിവിടെ സമർപ്പിച്ച ഈ ഇലക്ട്രോണിക്സ് ആനയെ കാണാൻ കൗതുകത്തോടു കൂടി 100 കണക്കിന് ഭക്തരാണ് ഇരിയ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇത് ഈ ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോളിവുഡ് നടി കൂടിയായ റിച്ച ചദ്ദയാണ്. മാഡം, please describe me about the features of this elephant. This elephant is Gurupuram Arjunan. It has been gifted by PETA India and me to this temple. So first of all, thank you to the temple to be so open-minded. And it's very compassionate gesture for all living beings. Elephants belong in the wild. They like to be with their families. They like to be with their mothers. They roam in groups. So even though the temple has the best interest at heart, often they are in captivity, they get depressed, they get then frustrated, sometimes they get violent also. In order to prevent that violence and casualty, human casualty, and to make sure that the animal also has a good life, I think this is a big gesture. So it has lots of features. You can see very lifelike eyes. When you move it, then the eyes are also moving. You can pull a lever and it even sprays water like a real elephant. There, see? So why not? Why not? It's a beautiful creature. It belongs in the wild, and I think this is also Ganpati for us. So I welcome this gesture, and I hope that more and more temples. What all types of materials used for this? The materials, I think PETA will be better able to answer for you, but you can see that it has wheels that you can operate with. It has this pulley, and it has another pulley with which the water can come out and the eyes blink, and even the ears are moving now, if you can see. ഗുരുപുരം അർജുനൻ ആനച്ചന്തം വിടർത്തുകയാണ് ഇവിടെ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് മുൻപിൽ. ഇവിടെ ഇത് സമർപ്പിച്ച ബോളിവുഡ് നടി റിച്ച ചദ്ദ പറയുകയുണ്ടായി. കാരണം കാട്ടിൽ കഴിയേണ്ട ഒരു ആന ഉത്സവ സ്ഥലത്തേക്കും മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അതിനുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് പല ക്ഷേത്രാങ്കണങ്ങളിലും നമ്മൾ കണ്ട പല രീതിയിലുള്ള ദുരിതങ്ങൾ. ആന വയലന്റ് ആകുന്നു, മതമിളകി ക്ഷേത്രത്തിലും പരിസരത്തും കൂടിയ ആളുകളെ ആക്രമിക്കുന്നതും ഉത്സവാന്തരീക്ഷം കോലാഹലമാകുന്നതുമെല്ലാം കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആനയെ സമർപ്പിക്കുന്നതിന് താൻ താല്പര്യപ്പെട്ടതെന്നാണ് ബോളിവുഡ് നടിയായ റിച്ച നമ്മോട് പറയുന്നത്. വൻ ജനാവലിയാണ് ഈ ഇലക്ട്രോണിക്സ് ആനയെ കാണുവാൻ. 10 അടി ഉയരവും 800 കിലോ തൂക്കവുമുള്ള ആനയെ കാണാൻ ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്ര മുറ്റത്തെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.